പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട സംരംഭക ഷബാനയും സജീറും എഴുതിയ വിജയഗാഥ. ജീവിതത്തിൽ തടസ്സങ്ങളില്ലാത്ത വഴികളില്ല. എന്നാൽ ആ തടസ്സങ്ങളിൽ തളരാതെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ വ്യക്തിപരമായ ഒരു വലിയ നഷ്ടത്തെയും തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളെയും സ്വന്തം കൈപ്പണിയാൽ മറികടന്ന് വിജയകരമായ 2 സംരംഭങ്ങൾ പടുത്തുയർത്തിയ ഒരു യുവ സംരംഭകയുണ്ട്. കായംകുളം സ്വദേശിനിയായ ഷബാന. ഭർത്താവ് സജീറിൻ്റെ പൂർണ്ണ പിന്തുണയോടെ അവർ തീർത്ത ഈ വിജയഗാഥ ലക്ഷ്യബോധത്തോടെയുള്ള ഏതൊരാൾക്കും പ്രചോദനമാണ്. ക്രാഫ്റ്റിംഗ് മേഖലയോടുള്ള ഇഷ്ടം ഷബാനയ്ക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. 2020 ഗർഭകാലത്തെ ഒഴിവു സമയങ്ങളിലെ മടുപ്പ് മാറ്റാനുള്ള ഒരു വഴിയായാണ് അവർ ഷാബ്സ് ആർട്ട് ആൻഡ് ക്രിയേഷൻസ് എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഈ ഹോബി ഒരു ഉപജീവന മാർഗമായി മാറുന്നത് 2021 അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പോഴാണ്. പ്രവാസിയായിരുന്ന പിതാവിൻ്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഒരമ്മയ്ക്ക് ഏക മകൾ മാത്രമായിരുന്ന ഷബാനയ്ക്ക് അമ്മയെ താങ്ങേണ്ടത് അനിവാര്യമായി മാറി. ആ നിമിഷം വെറും വിനോദമായിരുന്ന ക്രാഫ്റ്റിംഗ് ഒരു വരുമാന മാർഗമെന്ന നിലയിൽ അവർ പൂർണ്ണമായും ഗൗരവത്തോടെ ഏറ്റെടുത്തു. 2020 എൻ്റെ മകൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് പുതിയൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. കുറേ നാൾ മുമ്പേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു ചുവടെന്ന ഒരു ആശയത്തിലേക്ക് പോകുന്നത് 2020 എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. ഷാബ്സ് ആർട്ട് ആൻഡ് ക്രിയേഷൻസ് എന്നാണ് എൻ്റെ പേര്. അതുകൂടാതെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസും ക്രാഫ്റ്റും എല്ലാമാണ് നമ്മൾ ആ ഒരു പേജിലൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഷെയർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൻ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങി. ചെറിയ ചെറിയ നഷ്ടത്തിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വെറും പാഷൻ്റെ പുറത്ത് മാത്രം തുടങ്ങിയ ആ ഒരു സംരംഭം 2021 ഒരു വരുമാന മാർഗം എന്ന രീതിയിലേക്ക് മാറുമെന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. 2021 എൻ്റെ വാപ്പിച്ച മരിക്കുകയുണ്ടായി. പ്രവാസിയായിരുന്നു എൻ്റെ വാപ്പിച്ച. എൻ്റെ ആകെപ്പാടുള്ള വരുമാന മാർഗം ഞങ്ങളുടെ വീട്ടിലെ വാപ്പിച്ചായിരുന്നു. ഞാൻ ഏക മകളാണ്. എൻ്റെ ഉമ്മിച്ചാടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു വാപ്പിച്ച. പക്ഷേ വാപ്പിച്ചാടെ മരണം ഞങ്ങൾക്ക് ഷോക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ഏർണിങ്സ് കിട്ടണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു ആ സമയത്ത്. ഞാൻ +2 ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എനിക്ക് വേറൊരു ജോലി സാധ്യതയ്ക്ക് യാതൊരു ഇതും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ് ഇത് കുറച്ച് വൈഡായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ഐഡിയാസ് ആയിട്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ എടുക്കുക, പല പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ അന്നൊന്നും ഈ ഒരു മേഖല വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇല്ലാതിരുന്ന സമയത്തും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തും പല കടകൾ കയറി ഇറങ്ങിയും ഉറക്കം ഒഴിഞ്ഞുള്ള കഷ്ടപ്പാടും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം വിജയകരമായി തന്നെയാണ് 2023 വരെ 23 സ്റ്റിൽ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റിംഗ് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും കസ്റ്റമൈസ്ഡ് ഹാമ്പറുകൾ നിർമ്മിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ ഉൽപ്പന്നത്തിനും പിന്നിലെ വ്യക്തിപരമായ ശ്രദ്ധയും കരവിരുതും കാരണം ധാരാളം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ഈ സംരംഭത്തിന് കഴിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ ഈ സംരംഭം പ്രതിസന്ധിയിൽ പതറാതെ മുന്നോട്ടു പോകാനുള്ള ഷബാനയുടെ ഇച്ഛാശക്തിയുടെ തെളിവാണ്. ആദ്യ സംരംഭം വിജയം കണ്ടതോടെ ഷബാന തൻ്റെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചിറകുകൾ നൽകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിരുന്നു 2023 ഭർത്താവ് സജീറിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടെ ആരംഭിച്ച ഷാബ്സ് ഡെക്കോർ എന്ന സംരംഭം. ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവന്റ് ഡെക്കറേഷൻ മേഖലയിലേക്കാണ് ഷബാനയും സജീറും ശ്രദ്ധ തിരിച്ചത്. ഇന്ന് ഈ ദമ്പതികൾ ലൈഫിൽ മാത്രമല്ല ബിസിനസ്സിലും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. 2023 എത്തിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ബിസിനസ് വിപുലീകരിക്കാം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പുള്ളിക്കാരന് ഇത്രയും നല്ലൊരു കുറച്ചുകൂടി ഐഡിയാസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന ഐഡിയാസിനോട് അദ്ദേഹം യോജിക്കുകയും അങ്ങനെ ഞങ്ങളൊരു അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്തു. 2023 ഷാബ്സ് ഡെക്കർ എന്ന പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ട്. ക്രിയേറ്റീവ് പാർട്ട്നേഴ്സ് എന്ന പേജ് ഞങ്ങൾ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെഡ്ഡിങ് ഇവൻറ്റുകളൊക്കെ കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ എടുക്കുന്ന വർക്കുകളൊക്കെ കൊടുക്കാനും കാണിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു പേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ കൊടുത്തിരുന്നത്. പിന്നെ ഷാബ്സ് ഡെക്കേഴ്സ് മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു പേജാണ്. ബർത്ത്ഡേ പാർട്ടികൾ, വെഡ്ഡിംഗ് ഡെക്കറേഷനുകൾ, ബ്രൈഡൽ ഷോകൾ, മോം ടു ബി, ഗ്രൂം ടു ബി പോലുള്ള ആഘോഷങ്ങൾ, അതുപോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പരിപാടികൾ എന്നിവയ്ക്കെല്ലാം ഭംഗി കൂട്ടാൻ ഇന്ന് ഷാബ്സ് ഡെക്കോറിനെ തേടി ആളുകളെത്തുന്നു. കസ്റ്റമൈസ്ഡ് യുണീക്ക് ഡെക്കോർ വർക്കുകൾ നൽകുന്നു എന്നതാണ് ഷാബ്സ് ഡെക്കോറിൻ്റെ പ്രധാന ആകർഷണം.
ഓരോ ഉപഭോക്താവിൻ്റെയും ഇഷ്ടത്തിനും സങ്കല്പത്തിനും അനുസരിച്ചുള്ള വർക്കുകളാണ് ഇവർ ഒരുക്കി നൽകുന്നത്. ഇപ്പോൾ സ്റ്റിൽ 2025 എത്തി നിൽക്കുമ്പോൾ അത്യാവശ്യം മാസം ഒരു 20 വർക്ക് കുറഞ്ഞത് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് തുടങ്ങുന്നത് തന്നെ 6500 ആണ്. അതിന് തൊട്ട് മുകളിലോട്ട് നമ്മൾ വർക്കുകൾ എവിടെ ആണെങ്കിലും ചെയ്യും. ഓൾ കേരള അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചും കൂടി നമ്മൾ കേന്ദ്രീകരിക്കുന്നത് പത്തനംതിട്ട, ആലപ്പുഴ ആൻഡ് കൊല്ലം ഡിസ്ട്രിക്ട്സ് ആണ്. അതിലെവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ഉൾപ്പെടെ നമ്മൾ പോയി ചെയ്തു കൊടുക്കും. അത്യാവശ്യം ഐഡിയാസ് നമ്മൾ ഏതൊക്കെയാണോ കളർ പറയുന്നത്, ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണോ കളർ പറയുന്നത്, കളർ കോമ്പിനേഷൻ അനുസരിച്ചാണ് കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ പാർട്ടീസ് ഉണ്ട്. ഇപ്പം ഒരു കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പുതിയ പുതിയ പെൺകുട്ടികൾ വളർന്നു വരുന്തോറും അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളവരാണ്, പുതിയ പുതിയ പ്രതീക്ഷകളുള്ളവരാണ്. എൻ്റെ കല്യാണം ഇങ്ങനെ നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. അപ്പം അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഐഡിയാസും നമ്മുടെ ഐഡിയാസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വർക്ക് നമ്മൾ ചെയ്യാറുള്ളത്. അത്യാവശ്യം അത് നല്ല രീതിയിൽ വരാറുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഓൾ കേരള സർവീസ് നൽകി വരുന്നുണ്ട് എന്നത് ഈ സംരംഭത്തിന് വളർച്ചയുടെ സൂചനയാണ്. ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ വിവിധ സംരംഭങ്ങളുമായി സഹകരിച്ച് ക്രിയേറ്റീവ് പാർട്ട്നേഴ്സ് എന്ന സംരംഭവും ഇവർ നടത്തുന്നുണ്ട്. പ്രധാനമായും ഡെക്കറേഷനിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ഇവന്റുകൾ പൂർണ്ണമായി തയ്യാറാക്കാനും ഇവർക്ക് കഴിവുണ്ട്. ഷബാനയുടെ ഈ വിജയത്തിൻ്റെ കഥയിൽ ഭർത്താവ് സജീറിൻ്റെ പങ്ക് വളരെ വലുതാണ്. ജീവിതത്തിലെ വെല്ലുവിളികളിൽ മാത്രമല്ല, ബിസിനസ്സിലെ ഓരോ വളർച്ചാഘട്ടത്തിലും സജീർ ഷബാനയ്ക്ക് താങ്ങും തണലുമായി നിന്നു. ആദ്യകാലത്ത് ക്രാഫ്റ്റ് ബിസിനസ്സിലായിരുന്നു പ്രധാന ശ്രദ്ധയെങ്കിൽ ഇന്ന് ഷാപ്സ് ഡെക്കോർ എന്ന ഡെക്കോർ ബിസിനസ്സിലാണ് ഇരുവരും കൂടുതൽ ഊന്നൽ നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയോടുള്ള പോരാട്ടം അവർക്ക് ഫലം കണ്ടു. ബിസിനസ്സിലൂടെ ലഭിച്ച വരുമാനം ഉപയോഗിച്ച് തങ്ങളുടെ ഡെക്കർ ജോലികൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായി അവർ ആഗ്രഹിച്ച ഒരു വാഹനം സ്വന്തമാക്കാൻ ഇരുവർക്കും സാധിച്ചു. ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള അവരുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടിയായി. ഇന്ന് ബിസിനസ് കൂടുതൽ വിപുലമാക്കി അതിലൂടെ തങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടുക എന്ന വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഈ ദമ്പതികൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമാനമാർഗം കണ്ടെത്താൻ നിർബന്ധിതയായ ഒരു യുവതി തൻ്റെ ഹോബിയെ ഒരു പ്രൊഫഷണൽ സംരംഭമാക്കി മാറ്റി. അതിലൂടെ ശക്തി ആർജിച്ച് പങ്കാളിയുടെ പിന്തുണയോടെ മറ്റൊരു സംരംഭം കൂടി കെട്ടിപ്പടുത്തു. 2025 നിൽക്കുമ്പോൾ ഏകദേശം ഒരു 50,000 നമ്മൾക്ക് ഒരു മാസ വരുമാനം കിട്ടാറുണ്ട്. അതിൽ ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. കാരണം നമ്മുടെ വർക്കിനനുസരിച്ചാണ് അതിൻ്റെ ഇത് വരുന്നത്. ചിലത് ചെറിയ വർക്കുകളായിരിക്കും, ചിലത് വലിയ വർക്കുകളായിരിക്കും. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നും എൻ്റെ ഉമിഷായ ആണെങ്കിലും എൻ്റെ മോനെ ആണെങ്കിലും എൻ്റെ വീട്ടിലെ എൻ്റെ ഇക്കായ ആണെങ്കിലും എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെൻ്റെ ഈ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിരുന്ന ഡിഗ്രി 2020 പുറകിലോട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിരുന്ന ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റുഡൻ്റ് ആണ്. ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്, എൻ്റെ ഈ ഒരു ബിസിനസ്സിലാണ്. അപ്പോൾ എനിക്കിതിലൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും ചെറുതല്ല. ഒരാഗ്രഹം ഒരാളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് എങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഓരോരുത്തർക്കൊരു ഒരു പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളെ അതിനുവേണ്ടി കളിയാക്കും, അതിനുവേണ്ടി നമ്മുടെ സ്റ്റെപ്പുകൾ വരെ അവർ നിരസിക്കും. അതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു രീതിയിലേക്ക് അൽഹംദുലില്ലാ എത്തി നിൽക്കുന്നത്. അത് എൻ്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഉമ്മിച്ചാണെങ്കിലും എൻ്റെ ഉമ്മിച്ചാടെ വീട്ടുകാരാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിലൂടെ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തി നിൽക്കുന്നതും. ഏറ്റവും ഇതായിട്ട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എന്തൊരു സ്വപ്നം നമ്മൾ കണ്ടാലും അതിനൊരു ചിറക് എന്ന പോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, നമ്മൾ ഉറക്കം ഉളച്ച് കഷ്ടപ്പെടുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തി നിൽക്കാൻ സാധിക്കും. ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണ്.
ഷബാനയും സജീറും ഒരുമിച്ച് നിന്ന് ക്രിയാത്മകതയെയും കഠിനാധ്വാനത്തെയും സമന്വയിപ്പിച്ചെഴുതിയ ഈ വിജയഗാഥ ലക്ഷ്യബോധമുള്ള എല്ലാ യുവാ സംരംഭകർക്കും ഒരു പ്രചോദനമായി എന്നെന്നും നിലനിൽക്കും.